കൊടുങ്ങല്ലൂർ ഇന്റർനാഷണൽ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് അക്കാദമി കോൺവൊക്കേഷൻ സെറിമണി നടത്തി. കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ സർട്ടിഫിക്കറ്റ് വിതരണവും ഓണാഘോഷവും നടന്നു. പ്രശസ്ത കലാകാരൻ ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാഗതം പറഞ്ഞ പ്രിൻസിപ്പാൾ കുറേ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. വയനാടിനെ കുറിച്ചും നമ്മൾ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരുപാട് സന്തോഷം തോന്നി. കാരണം അധ്യാപക വൃത്തി പഠിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിനോടുള്ളൊരു സ്നേഹവും അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കടമയും കൂടി അതിനോടൊപ്പം തന്നെ പഠന വിധേയമാകുന്നത് ഒരുപാട് നല്ല കാര്യമാണ്. ഒരുപാട് നല്ല സംഭവം തന്നെയാണ്. എന്തായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. എന്നെ ഈ പ്രോഗ്രാമിൽ ക്ഷണിച്ചതിൻ്റെ പ്രിൻസിപ്പാളിനും മറ്റ് വ്യക്തികൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കൂടി രേഖപ്പെടുത്തുന്നു. ഞാൻ ഈ ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ തന്നെ പോകും. കാരണം മറ്റൊരു സ്ഥലത്തൊരു പ്രോഗ്രാം കൂടി ഉള്ളതുകൊണ്ട് ഞാൻ വലിയ തിരക്കുള്ള ആളൊന്നുമല്ല. ഇന്ന് 2 പ്രോഗ്രാം ഉള്ളത് ഒരേ ടൈമുകളായതുകൊണ്ട് ഞാൻ മാത്രം എല്ലാവരോടും കൂടി അനുവാദം ചോദിച്ചുകൊണ്ട് എന്തായാലും നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രതിഭകളായിട്ടുള്ള ആളുകൾ നമുക്കുണ്ട്. അധ്യാപകരും പ്രതിഭകളുണ്ടെന്നുള്ളത് ഇവിടെ വേദിയിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. അപ്പോൾ അത്തരത്തിൽ ആ പ്രതിഭകളെ പുറത്തേക്ക് കൊണ്ടുവരാനും നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ട് മാറാനൊക്കെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഈ പഠിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അതിലുന്നതിയിലെത്തുന്ന പ്രതിഭകളും ഒരുപാടുണ്ട്. നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് വളരെ വലുതാണ്. മനുഷ്യൻ വളരെ ചെറുത്. പക്ഷെ മനുഷ്യൻ്റെ ചിന്തകൾ എന്ന് പറയുന്നത് ഈ ലോകത്തേക്കാൾ വലുതാണ്. നമുക്ക് പലതും ചിന്തിക്കാൻ കഴിവുള്ള ഒരു ലോകം തന്നെ സൃഷ്ടിക്കാൻ കഴിവുള്ള മനുഷ്യരാണ്. നമ്മുടെ സാറ്റലൈറ്റും മൊബൈൽ ഫോണും വിമാനവും ഒക്കെ കണ്ടുപിടിക്കാൻ തക്ക പാകമുള്ള വലിയൊരു മനസ്സിൻ്റെ ഉടമകളൊക്കെയാണ്. ഭാവിയിൽ നമ്മൾ ആരൊക്കെയാണ് ആയിത്തീരുക, നമ്മുടെ മക്കൾ ആരൊക്കെയാണ് ആയിത്തീരുന്നതെന്നും പറയാൻ പറ്റില്ല. ഈ ലോകത്ത് ലിയോനാർഡോ ഡാ വിഞ്ചി എന്ന് പറയുന്ന വലിയൊരു കലാകാരൻ ലോകത്ത് ജീവിച്ചിരുന്നു. ഇറ്റലിയിലുള്ള ഒരു കലാകാരനെ നമ്മൾ ഈ ചലച്ചിത്ര നടൻ ശ്യാം കാർഗോസ് മുഖ്യാതിഥിയായി. KEC ഡയറക്ടർ K സതീശൻ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രിൻസിപ്പൽ PA ശാരിക സ്വാഗതം ആശംസിച്ചു. എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാജുവേറ്റേഴ്സിന് അറിയാം, എല്ലാ വർഷവും നമ്മൾ ഓണാഘോഷത്തോടൊപ്പം തന്നെയാണ് ഗ്രാജുവേഷൻ നടത്താറുള്ളത്. ഈ വർഷം നമ്മൾ ഓണാഘോഷം ചെറിയ രീതിയിൽ ആഘോഷിച്ച് കോൺവൊക്കേഷനാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തത്. കാരണം മറ്റൊന്നുമല്ല, എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മുടെ വയനാടിലെ പ്രിയപ്പെട്ടവർക്ക് സംഭവിച്ച ദുരിതം എല്ലാവരും മീഡിയാസ് വഴി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ IMTTയിലെ ഞാൻ ഉൾപ്പെടുന്ന അധ്യാപികയും അധ്യാപക വിദ്യാർത്ഥികളും അവരെ നേരിട്ട് പോയി അവരെ തൊട്ടറിഞ്ഞ് ക്യാമ്പില് 5 ദിവസം അവർക്ക് സ്വാതന്ത്ര്യമായി നിന്നവരാണ്. KEC അക്കാദമിക് കോർഡിനേറ്ററായ രതീഷ് കാതിയാളം, ട്രഷറർ സിദ്ദിഖ് കടമ്പാട്ട് എന്നിവർ സംസാരിച്ചു. പ്രകൃതി ദുരന്തം വിതച്ച വയനാടിൻ്റെ മണ്ണിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞവർക്ക് സ്നേഹസാന്ത്വനമായി സേവനത്തിലേർപ്പെട്ട അധ്യാപികയെയും വിദ്യാർത്ഥികളായ ജെന്നിഫർ, കൃഷ്ണപ്രിയ എന്നിവരെയും അനുമോദിച്ചു. അധ്യാപക വിദ്യാർത്ഥികളിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തുന്നതിൻ്റെ ഭാഗമായി 40ഓളം നിർധനരായ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. അധ്യാപികമാരായ ഷെമിത, നജില, അധ്യാപിക വിദ്യാർത്ഥികളായ ധന്യ, ഡെവീണ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു.